എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 41ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഒരു സ്പെഷ്യലാണ് കേട്ടോ. അതായത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ അതിനകത്ത് 2 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതായത് ഈ ഒരു ചാലഞ്ച് എടുക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് കഴിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. അതായത് നമ്മുടെ കറിവേപ്പിലയും മോരുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല, നമ്മുടെ സ്കാൽപ്പിൽ അതായത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത്രത്തോളം നല്ലതാണ്. അപ്പോൾ അതിൽ പൊട്ടിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലയിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും കറിവേപ്പില കഴിക്കുന്നതും അതുപോലെ തന്നെ മോരൊക്കെ കുടിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറ്റുന്നിടത്തോളം നിങ്ങൾ മാക്സിമം ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ തണ്ടുകളായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10-15 തണ്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയുടെ തണ്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പമുള്ള തണ്ടുകളൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അത് മാത്രമായിട്ട് ആ ഒരു ഇലകൾ മാത്രമായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അതിനുശേഷം കുറച്ച് മോരും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു കറിവേപ്പിലേൻ്റെ ആ ഒരു ജ്യൂസ് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ആ ഒരു കറിവേപ്പിലേൻ്റെയും കുറച്ച് മോര് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ ആ ഒരു ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി മോര്, അതായത് നമ്മുടെ സ്കാൽപ്പിലേക്ക് മാത്രമാണ് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എന്തോരം ആവശ്യമാണോ അത്രത്തോളം ആക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മുടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മുടിയുടെ ലെങ്തിലേക്കും കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം മോരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ സ്കാൽപ്പിലേക്ക് മാത്രമായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നന്നായിട്ട് ഒരു ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു പാക്കായിട്ടല്ല, പാക്കിൻ്റെ ഒരു ജ്യൂസായിട്ട് എടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ അരച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പോകാൻ കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കഴുകി കളയാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെയൊക്കെ ജ്യൂസായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ കഴുകി കളയാൻ വേണ്ടിയിട്ടുമൊക്കെ. അപ്പോൾ എല്ലാ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ മുടിയിൽ ഓരോ വകച്ചിലുകളായിട്ട് എടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും കിട്ടുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോരെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്കാൽപ്പിനെ നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതായത് അവിടെയുള്ള ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോയിട്ട് ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസൊക്കെ ഒന്ന് ഓപ്പൺ ആയി വരാനും അതുപോലെ തന്നെ മുടി വളർച്ച ഉള്ളിൽ നിന്ന് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു മുടികളാണെങ്കിലും നന്നായിട്ട് കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഇത് സഹായിക്കും കേട്ടോ. ഈ ഒരു മോരൊക്കെ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യാനും അതുവഴി നമുക്ക് പുതിയ മുടികൾ കിളിർത്ത് വരാനും നമ്മുടെ ഓരോ ഹെയർ ഫോളിക്കിൾസിനെയും നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ കൂടി സഹായിക്കുന്ന ഒന്നാണ്.
കൂടാതെ ഇതിലുള്ള പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള നൗറിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. മുടി നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കാൻ, അതായത് നന്നായിട്ടൊന്ന് കണ്ടീഷനിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുടി നന്നായിട്ട് സ്മൂത്തായി കിടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള റഫായിട്ടുള്ള മുടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട്. കൂടാതെ നമ്മുടെ കറിവേപ്പിലയിൽ ധാരാളം ബി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കൊടുക്കാൻ ആ ഒരു കറിവേപ്പിലയ്ക്കും കൂടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇവ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ അത് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാൻ സഹായിക്കും. അതുപോലെ തന്നെ മുടി വളർച്ചയെ നന്നായിട്ട് കൂട്ടാൻ സഹായിക്കും. പിന്നെ ഒത്തിരി ബെനിഫിറ്റ്സ് ഈ ഒരു ഹെയർ പാക്കിന് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്കിൽ ഉപയോഗിച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ആർക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഉള്ളതല്ല, അധികം ചാൻസ് അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി മോരെങ്ങാനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഒനിയൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇതുവരെ കാണിച്ചേക്കുന്ന എല്ലാ ഹെയർ പാക്കുകളും ഞാൻ മുൻപ് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റായികയുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം ഞാൻ ആ ഒരു ഹെയർ പാക്കിലേക്ക് പറയുന്നുണ്ടാകും ഇതിന് പകരം എന്ത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഹെയർ പാക്കിന് ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ വെച്ചേക്കാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല. നാളത്തെ ദിവസം വേറെ കാര്യങ്ങളൊന്നുമില്ല. നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല പിറ്റേ ദിവസം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. വെറുതെ വെള്ളത്തിൽ നിന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയണം. അത്രയേ ഉള്ളൂ ഈ ഒരു ദിവസം നാളത്തെ കാര്യം കൂടിയിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഞാനൊരു മസാജും കൂടി ചെയ്തിട്ടാണ് മുടി കെട്ടി വെക്കണത്. അപ്പം ഞാനിപ്പം കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുമായിരുന്നു കേട്ടോ, ഞാനൊരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിനിടയ്ക്ക് ആൾ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരോടാണ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു, മുടി മേലെ കെട്ടി വെച്ചു. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് 1 അവർ വരെ വെച്ചേക്കാം. അതിന് ശേഷം വാഷ്